Hi dears, welcome back to EduFix Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCA എന്ന് പറയുന്ന കോഴ്സാണ്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതൊരു PG പ്രോഗ്രാമാണ്, 2 വർഷത്തെ PG പ്രോഗ്രാമാണ്. മാക്സിമം ഡ്യൂറേഷൻ യൂണിവേഴ്സിറ്റി നൽകുന്നത് 4 ഇയർ ആണ്. നിങ്ങൾക്ക് പഠിക്കാവുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു MCA പ്രോഗ്രാം സോഫ്റ്റ്വെയർ മേഖലയിൽ, അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ തിയററ്റിക്കലായിട്ടും അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കോഴ്സാണിത്. ഇതിൽ തിയറി പേപ്പേഴ്സും പ്രാക്ടിക്കൽ പേപ്പേഴ്സും ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്കൽ, കമ്പ്യൂട്ടിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, കൊമേഴ്ഷ്യൽ പ്രോബ്ലം, ഇതിലൊക്കെ എങ്ങനെ സോഫ്റ്റ്വെയർ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രായോഗികവൽക്കരിക്കുന്ന ഒരു കോഴ്സാണ് MCA എന്ന് പറയുന്നത്. 2 വർഷത്തെ കോഴ്സാണ്. സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണിത്, സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഇത് തിയററ്റിക്കൽ നോളജും അതുപോലെ പ്രാക്ടിക്കൽ സ്കില്ലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ അഡ്വാൻസ്ഡ് കോഴ്സസും ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റും ഉണ്ടായിരിക്കും. എലിജിബിലിറ്റി എന്ന് പറയുന്നത് BCA ആണ്. BCA ഇല്ലാത്തവർ ബാച്ചിലർ ഡിഗ്രി മതി, പക്ഷേ അത് കമ്പ്യൂട്ടർ സയൻസിലായിരിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വലൻ്റ് ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് BSc പാസ്സായവർക്ക് പറ്റും. അതുപോലെ തന്നെ BCom പറ്റും, BA പറ്റും. പക്ഷേ +2 ലെവലിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിൽ മാത്തമാറ്റിക്സ് എന്തിരിക്കണം, ഒരു സബ്ജക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറി 2 പ്രകാരം ജോയിൻ ചെയ്യുന്നവർക്ക് 2 സബ്ജക്റ്റ് എക്സ്ട്രാ പഠിക്കേണ്ടതുണ്ട്. MCS 201 MCS 208. അങ്ങനെ 2 സബ്ജക്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിൽ എക്സ്ട്രാ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ 2000 രൂപ എക്സ്ട്രാ രജിസ്ട്രേഷൻ ഫീൻ്റെ കൂടെ ആഡ് ചെയ്യും വേണം. പേയ്മെൻറ്റ് 13,000 രൂപയാണ് പെർ സെമസ്റ്റർ. ഒരു സെമസ്റ്ററിൻ്റെ ഫീ ആണ് ഇത്. സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും ഈ 13,000 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ 4 സെമസ്റ്ററിന് എത്ര പേയ്മെൻറ്റ് വരും എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കൂടെ രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെൻറ്റ് ഫീയും ഉണ്ടായിരിക്കും. അത് 700 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 13,700 ആണ്. പുസ്തകം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് പുസ്തകം കിട്ടുക? നമുക്ക് ഓൺലൈനായിട്ട് EGANGOSH എന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പറാണ് ഈ ഇത്രയും പേപ്പർ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക എന്തൊക്കെയാണ് ഇത് പഠിക്കാനുള്ളത്. ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള പറ്റുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ ഈ ഒരു 6 സബ്ജക്റ്റ്, ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ ഒരു 7 സബ്ജക്റ്റ്, തേർഡ് സെമസ്റ്ററിൽ വീണ്ടും 6 സബ്ജക്റ്റ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സബ്ജക്റ്റുകളാണ് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നത്. നോക്കൂ നിങ്ങൾ, ഫോർത്ത് സെമസ്റ്ററിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ട്. 12 ക്രെഡിറ്റ്സിൻ്റെ ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തൊക്കെയാണ് പ്രൊജക്റ്റിന് സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ EduFix അക്കാദമി നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ അത് ലഭിക്കുന്നതാണ്. ഇനി ഇത് ഏതെല്ലാം റീജിയൻ സെൻറ്ററിൽ, ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലാണ് അവൈലബിൾ എന്ന് നോക്കാം. നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഈ 2 കോളേജിൽ മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത്. ഇത് ഈ റീജിയൻ സ്റ്റഡി സെൻറ്റർ ഈ ഒരു കോഴ്സിന് പ്രാധാന്യമുണ്ട്. കാരണം ഒന്ന്, നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകണം. രണ്ടാമത്തേത്, നിങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി സെൻറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് സ്റ്റഡി സെൻറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷന് പോവേണ്ടി വരുന്നത് ഈ ഒരു കോളേജസിലാണ്. അപ്പോൾ അടുത്തുള്ള കോളേജ് തന്നെ വേണം. നിർഭാഗ്യവശാൽ നമുക്ക് ആകെ 2 കോളേജുകൾ കൊച്ചിൻ ഭാഗത്തുള്ളത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ആൻഡ് പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് സ്റ്റഡി സെൻറ്റേഴ്സാണ്, പിന്നെയാണ് റീജിയൻ സെൻറ്റേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാംസ് നടക്കുന്നത് ഈ ഒരു സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് ട്രിവാൻഡ്രം ഭാഗത്ത്
ഏതെല്ലാം 3 കോളേജസ് ആണ് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ കോളേജിലാണുള്ളത്. വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ കോളേജസ് ഇല്ല. അപ്പോൾ വടക്ക് ഭാഗത്തുള്ളവർ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള 2 കോളേജുകളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരിക. ഓക്കെ ഇനി നമുക്ക് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഇതിൻ്റെ ജോലി സാധ്യതകളൊന്ന് നോക്കാം. അപ്പോൾ MCA കഴിഞ്ഞാൽ താഴെ പറയുന്ന മേഖലകളിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടേഴ്സിൽ അപേക്ഷിക്കാം. NIC നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ, ISRO, DRDO, ബാങ്ക് IT ഓഫീസ് ജോലികൾ, SSC, UPSC വഴി IT പ്രോഗ്രാമിംഗ് പോസ്റ്റുകൾ, കേരള PSCയിലും സെൻട്രൽ ഗവൺമെൻറ് ഡാറ്റാ സെൻറ്റർ ജോബ്സും ഡിജിറ്റൽ ഇന്ത്യ പ്രോജക്ട്സിലും ഗവർണൻസ് വിഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ലഭിക്കാവുന്ന പോസ്റ്റുകൾ ഇവിടെയൊക്കെ ലഭിക്കാവുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട്, പ്രോഗ്രാമറായിട്ട്, സിസ്റ്റം അനലിസ്റ്റ്, ഡാറ്റാബേസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, സൈബർ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ ഓഫീസർ, IT ഓഫീസർ എന്നീ തസ്തികകളിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. സർക്കാർ ജോലിയുടെ പ്രധാന ഗുണം സ്വകാര്യ മേഖലയിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറുകളിൽ കമ്പനികളിലൊക്കെ ഇൻഫോസിസ്, TCS, വിപ്രോ അങ്ങനെ പോലുള്ള മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അവിടേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, UI UX ഡെവലപ്മെൻറ്റ് ഇത്തരം ജോലി സാധ്യതകളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിലുള്ളത്. അപ്പോൾ ജോലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, പൈത്തൺ, ജാവ, ഡാറ്റ, ക്ലൗഡ്, സൈബർ, മൊബൈൽ ആപ്പ് ഡെവലപ്പർ ഇത്തരത്തിലുള്ള സാധാരണ ജോലി പദവികളാണുള്ളത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യം? കാനഡ, ജർമ്മനി, യുണൈറ്റഡ് UAE, UK, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ GCC കൺട്രീസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജോലി സാധ്യതകളുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ക്ലൗഡ് എഞ്ചിനീയർ, AI എഞ്ചിനീയർ തുടങ്ങി ഒട്ടനവധി ജോലി സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു സ്കില്ല് കൂടി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത കൂടും. പൈത്തൺ, ജാവ പോലെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണൽ സ്കിൽ ആഡഡ് കോഴ്സായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് IT മേഖലയിൽ ഇഗ്നോക്ക് വാല്യൂ ഉണ്ടോ എന്നാണ്. UGC DB അംഗീകൃത സർവകലാശാല ആയതിനാൽ ഇഗ്നോ MCA ഇന്ത്യയിലും പല വിദേശ രാജ്യങ്ങളും അംഗീകരിക്കപ്പെടുന്ന ഡിഗ്രിയാണ്. IT മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കില്ല്, പ്രൊജക്ട്സ്, ഇൻറ്റേൺഷിപ്പ്, പോർട്ട്ഫോളിയോ, കോഡിങ് ഇതൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും നിങ്ങളെ ജോബ് നിങ്ങൾക്ക് കിട്ടാവുന്ന ജോബ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രീലാൻസ് ആയിട്ടും എന്ത് ചെയ്യാം. വെബ് ഡെവലപ്പർ ആവാം, ആപ്പ് ഡെവലപ്പർ ആവാം, സോഫ്റ്റ്വെയർ കൺസൾട്ടൻറ്റ്, ഓൺലൈൻ കോഡിങ് ട്രെയിനർ ആവാം, റിമോട്ട് ഡെവലപ്പർ ആവാം. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനുള്ള വെബ്സൈറ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഒരു തുടക്ക ശമ്പളമാണ് അതൊക്കെ പറയുന്നത്. ഗവൺമെൻറ് ജോബാണെങ്കിൽ 25 സ്റ്റാർട്ടിങ് ഉണ്ടാവും. IT പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 lakh LP ആണ് കേട്ടോ. അബ്രോഡ് 25 lakh ഇയർലി ഇക്വലൻ്റ് വരെ. അങ്ങനെ ഫ്രീലാൻസ് പിന്നെ സ്കില്ലിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ജോബുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എജുഫിക്സ് അക്കാദമിയുമായിട്ട് ബന്ധപ്പെടാം. കൂടുതൽ കോഴ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റുകൾ, അതുപോലെ പ്രൊജക്റ്റുകൾ, അതുപോലെ ക്ലാസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എജുഫിക്സ് അക്കാദമിയുടെ ഫോൺ നമ്പറുമായിട്ട് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്തോളൂ. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.